ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനിയൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനിയൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 38 അധ്യായം. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഈ നഗരത്തിൽ പാർക്കുമ്പോൾ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കും. കൽദായുടെ അടുക്കൽ ചെന്ന് ചേരുന്നവരോ ജീവനോടെ ഇരിക്കും. അവൻ്റെ ജീവൻ അവന് കൊള്ള കിട്ടിയതുപോലെ ആയിരിക്കും. അവൻ ജീവനോടിരിക്കും എന്ന് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഈ നഗരം നിശ്ചയമായി ബാബേൽ രാജാവിൻ്റെ സൈന്യത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവൻ അതിനെ പിടിക്കും എന്നും യിരെമ്യാവ് സകല ജനത്തോടും പ്രസ്താവിച്ച വചനങ്ങളുടെ മദ്ദാന്റെ മകനായ ശെഫത്യാവും പശ്ഹൂറിൻ്റെ മകനായ ഗെദല്യാവും ശെലെമ്യാവിൻ്റെ മകനായ യൂഖലും മൽക്കിയാവിൻ്റെ മകനായ പശ്ഹൂറും കേട്ടിട്ട് പ്രഭുക്കന്മാർ രാജാവിനോട്, ഈ മനുഷ്യൻ നഗരത്തിൽ ശേഷിച്ചിരിക്കുന്ന പടയാളികൾക്കും സർവ്വജനത്തിനും ഇങ്ങനെയുള്ള വാക്ക് പറഞ്ഞ് ധൈര്യക്ഷയം വരുത്തുന്നത് കൊണ്ട് അവനെ കൊന്നുകളയണമേ. ഈ മനുഷ്യൻ ഈ ജനത്തിൻ്റെ നന്മയല്ല തിന്മയത്രേ അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞു. സിദെക്കീയ രാജാവ്, ഇതാ അവൻ നിങ്ങളുടെ കൈകളിലിരിക്കുന്നു. നിങ്ങൾക്ക് വിരോധമായി ഒന്നും ചെയ്യുവാൻ രാജാവിന് കഴിവില്ലല്ലോ എന്ന് പറഞ്ഞു. അവർ യിരെമ്യാവിനെ പിടിച്ച് കാവൽപ്പുരം മുറ്റത്ത് രാജകുമാരനായ മൽക്കിയാവിനുള്ള കുഴിയിൽ ഇറക്കി. കയറുകൊണ്ടായിരുന്നു അവർ യിരെമ്യാവിനെ ഇറക്കിയത്. കുഴിയിൽ ചെളിയല്ലാതെ വെള്ളമില്ലാതിരുന്നു. യിരെമ്യാവ് ചെളിയിൽ താണു. അവർ യിരെമ്യാവെ കുഴിയിൽ ഇട്ടുകളഞ്ഞു എന്ന് രാജഗൃഹത്തിൽ ഉണ്ടായിരുന്ന കൂശ്യനായ ഏബെദ്മേലെക്ക് എന്ന ഷണ്ഡൻ കേട്ടു. എന്ന് രാജാവ് ബെന്യാമിൻ വാതിക്കൽ ഇരിക്കുകയായിരുന്നു. ഏബെദ്മേലെക്ക് രാജഗൃഹത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് രാജാവിനോട് സംസാരിച്ചു: യജമാനായ രാജാവേ, ഈ മനുഷ്യർ യിരെമ്യാ പ്രവാചകനോട് ചെയ്തതൊക്കെയും അന്യായമത്രേ. അവർ അവനെ കുഴിയിൽ ഇട്ടുകളഞ്ഞു. നഗരത്തിൽ അപ്പമില്ലായ്കയാൽ അവൻ അവിടെ പട്ടിണി കിടന്ന് ചാകുകയുള്ളൂ എന്ന് പറഞ്ഞു. രാജാവ് കൂശ്യനായ ഏബെദ്മേലെക്കിനോട്, നീ ഇവിടെ നിന്ന് 30 ആടുകളെ കൂട്ടിക്കൊണ്ടു ചെന്ന് യിരെമ്യാ പ്രവാചകൻ മരിക്കും മുമ്പേ അവനെ കുഴിയിൽ നിന്ന് കയറ്റിക്കൊള്ളുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഏബെദ്മേലെക്ക് ആയാളുകളെ കൂട്ടിക്കൊണ്ട് രാജഗൃഹത്തിൽ ഭണ്ഡാരമുറിക്ക് കീഴെ ചെന്ന് അവിടെ നിന്ന് പഴന്തുണിയും കീറ്റ് തുണികൾ കൊണ്ടു കണ്ടങ്ങളും എടുത്തുകൊണ്ട് കുഴിയിൽ യിരെമ്യാവിനെ കയറുവഴി ഇറക്കി കൊടുത്തു. ക്യൂഷനായ
ഏബത് മേലക്ക് ഇരമ്യാവിനോട്, ഈ പഴംതുണിയും കീറ്റുതുണി കണ്ടങ്ങളും നിന്റെ കഷങ്ങളിൽ വെച്ച് അതിന് പുറത്ത് കയറിട്ട് കൊള്ളുക എന്ന് പറഞ്ഞു. ഇരമ്യാവ് അങ്ങനെ ചെയ്തു. അവർ ഇരമ്യാവിനെ കയറുകൊണ്ട് കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി. ഇരമ്യാവ് കാവൽപ്പുറം മുറ്റത്ത് പാർത്തു. അതിന്റെ ശേഷം സിദെക്കീയ രാജാവ് ആളയച്ച് ഇരമ്യാ പ്രവാചകനെ യഹോവയുടെ ആലയത്തിന്റെ 3-ാം പ്രവേശനവാതിക്കൽ തന്റെ അടുക്കൽ വരുത്തി. രാജാവ് ഇരമ്യാവിനോട്, ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കുന്നു, എന്നോടൊന്നും മറച്ച് വെക്കരുത് എന്ന് കൽപ്പിച്ചു. അതിന് ഇരമ്യാവ് സിദെക്കീയാവോട്, ഞാൻ അത് ബോധിപ്പിച്ചാൽ എന്നെ കൊല്ലുകയില്ലയോ? ഞാൻ ഒരു ആലോചന പറഞ്ഞു തന്നാൽ എൻ്റെ വാക്കു കേൾക്കുകയില്ലല്ലോ എന്ന് പറഞ്ഞു. സിദെക്കീയ രാജാവ്, ഈ പ്രാണനെ സൃഷ്ടിച്ചു തന്ന യഹോവയാണ്, ഞാൻ നിന്നെ കൊല്ലുകയില്ല. നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്ന മനുഷ്യരുടെ കയ്യിൽ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയുമില്ല എന്ന് ഇരമ്യാവിനോട് രഹസ്യമായി സത്യം ചെയ്തു. എന്നാൽ ഇരമ്യാവ് സിദെക്കീയാവോട്, ഇസ്രായേലിന്റെ ദൈവമായി സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബാബേൽ രാജാവിന്റെ പ്രഭുക്കന്മാരുടെ അടുക്കൽ പുറത്തു ചെന്നാൽ നിനക്ക് പ്രാണരക്ഷയുണ്ടാകും. ഈ നഗരത്തെ തീ വെച്ച് ചുട്ടുകളയുകയുമില്ല. നീയും നിന്റെ ഗൃഹവും ജീവനോടെ ഇരിക്കും. നീ ബാബേൽ രാജാവിന്റെ പ്രഭുക്കന്മാരുടെ അടുക്കൽ പുറത്തു ചെല്ലാഞ്ഞാലോ ഈ നഗരം കൽദാരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവർ അതിനെ തീ വെച്ച് ചുട്ടുകളയും. നീ അവരുടെ കയ്യിൽ നിന്ന് തെറ്റി ഒഴുകുകയുമില്ല എന്ന് പറഞ്ഞു. സിദെക്കീയ രാജാവ് ഇരമ്യാവോട്, കൽദായർ എന്നെ അവരുടെ പക്ഷം ചേർന്നിരിക്കുന്ന യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കുകയും അവർ എന്നെ അപമാനിക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു. അതിന് ഇരമ്യാവ് പറഞ്ഞത്, അവർ നിന്നെ ഏൽപ്പിക്കുകയില്ല. ഞാൻ ബോധിപ്പിക്കുന്ന യഹോവയുടെ വചനം കേൾക്കണമേ. എന്നാൽ നിനക്ക് നന്നായിരിക്കും, നിനക്ക് പ്രാണരക്ഷയുണ്ടാകും. പുറത്തു ചെല്ലുവാൻ നിനക്ക് മനസ്സില്ലെങ്കിലോ യഹോവ വെളിപ്പെടുത്തി തന്നെ അരുളപ്പെടാവിത്, യഹൂദ രാജാവിന്റെ അരമനയിൽ ശേഷിച്ചിരിക്കുന്ന സകല സ്ത്രീകളും പുറത്ത് ബാബേൽ രാജാവിന്റെ പ്രഭുക്കന്മാരുടെ അടുക്കൽ പോകേണ്ടി വരും. നിന്റെ ചങ്ങാതിമാർ നിന്നെ വശീകരിച്ച് തോൽപ്പിച്ച് നിന്റെ കാൽ ചെളിയിൽ താണപ്പോൾ പിന്മാറിക്കളഞ്ഞു എന്ന് അവർ പറയും. നിന്റെ സകല ഭാര്യമാരെയും മക്കളെയും പുറത്ത് കൽദാരുടെ കയ്യിൽ കൊണ്ടുപോകും. നീയും അവരുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകാതെ ബാബേൽ രാജാവിന്റെ കയ്യിൽ അകപ്പെടും. ഈ നഗരത്തെ തീ വെച്ച് ചുട്ടുകളയുന്നതിന് നീ ഹേതുവാകും. സിദെക്കീയാവ് ഇരമ്യാവോട് പറഞ്ഞത്, ഈ കാര്യം ആരും അറിയരുത്, എന്നാൽ നീ മരിക്കുകയില്ല. ഞാൻ നിന്നോട് സംസാരിച്ച പ്രകാരം പ്രഭുക്കന്മാർ കേട്ടിട്ട് നിന്റെ അടുക്കൽ വന്ന് നീ രാജാവിനോട് എന്ത് സംസാരിച്ചു ഞങ്ങളോട് പറയുക, ഒന്നും മറച്ചു വെക്കരുത്. ഞങ്ങൾ നിന്നെ കൊല്ലുകയില്ല. രാജാവ് നിന്നോട് എന്ത് സംസാരിച്ചു എന്നിങ്ങനെ ചോദിച്ചാൽ നീ അവരോട്, യോനാദാബിന്റെ വീട്ടിൽ കിടന്ന് മരിക്കാതെ ഇരിക്കേണ്ടതിന് എന്നെ വീണ്ടും അവിടെ അയക്കരുതേ എന്ന് ഞാൻ രാജസന്നിധി സങ്കടം ബോധിപ്പിക്കുകയായിരുന്നു എന്ന് പറയണം. സകല പ്രഭുക്കന്മാരും ഇരമ്യാവിന്റെ അടുക്കൽ വന്ന് അവനോട് ചോദിച്ചാറെ അവൻ രാജാവ് കൽപ്പിച്ച ഈ വാക്കുപോലെയൊക്കെയും അവരോട് പറഞ്ഞു. അങ്ങനെ കാര്യം വെളിവാക്കാത്തതുകൊണ്ട് അവർ ഒന്നും മിണ്ടാതെ അവനെ വിട്ടുപോയി. യെരൂശലേം പിടിച്ച നാൾ വരെ ഇരമ്യാവ് കാവൽപ്പുറ മുറ്റത്ത് പാർത്തു. യെരൂശലേം പിടിച്ചപ്പോഴും അവൻ അവിടെ തന്നെ ആയിരുന്നു. നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത്. ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്നെ പാലിക്കും ദൈവം, ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവദായകൻ ദൈവം.
ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനിയൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനിയൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ.